ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിയിഞ്ചി. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഹരിദ്വാറിലുള്ള ജഗ്ജീത്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ദൂരമുണ്ട് അവിടത്തേക്ക്. അപ്പോൾ നമ്മൾ റിക്ഷ വിളിച്ചിട്ടാണ് പോകുന്നത്. അവിടെ എന്താണെന്ന് വെച്ചാൽ മഹായോഗി പൈലറ്റ് ബാബ ആശ്രമമുണ്ട്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണ്. ഈ പൈലറ്റ് ബാബ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ. അപ്പം അതിലൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. അദ്ദേഹം ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. എയർഫോഴ്സിലെ യുദ്ധവിമാനത്തിലൊക്കെ പൈലറ്റായിട്ട് ജോലി ചെയ്ത ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം ആത്മീയതയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പൈലറ്റ് ബാബ എന്നുള്ള പേരിലായി മാറി. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് കപിൽ സിംഗ് എന്നോ മറ്റാണ്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഹരിദ്വാറിലുള്ള ആശ്രമം. ഇതേപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ നൈനിറ്റാളിലും അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രമമുണ്ട്. പിന്നെ വേറെ രാജ്യങ്ങളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഫോട്ടോസൊക്കെ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ കുറേ പ്രതിമകളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ മന്ദിറും. അപ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ശിവമന്ദിറാണ്. ശിവമന്ദിറിൽ നന്ദിയുണ്ട്, അതുപോലെ തന്നെ ശിവൻ്റെ ഒരു പ്രതിമയും. അപ്പം അങ്ങനെ ഒരു മന്ദിറുണ്ട്. പിന്നെ കുറേ പ്രതിമകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്താ പറയുക, ആശ്രമത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ തന്നെ വേറൊരു ലോകം പോലെ തന്നെയായിരിക്കും. കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതാണ് മഹായോഗി പൈലറ്റ് ബാബ. ഇവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഇവർ പറയുന്ന വചനങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്. ഈ തൊട്ടടുത്ത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യയായിരുന്നു യോഗ്മാത കേക്കോ ഐക്കാവ. ഇവർ ഒരു വിദേശ വനിതയാണ്. ഇവരുടെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ജപ്പാനാണ്. അവർ പൈലറ്റ് ബാബയുടെ ശിഷ്യയായിരുന്നു. ഇപ്പോൾ അവർ പൈലറ്റ് ബാബയുടെ പിൻഗാമിയായിട്ട് അറിയപ്പെടുന്നു. ഇവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പൈലറ്റ് ബാബ കഴിഞ്ഞ വർഷമായിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായത്. ഇവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പ്രതിമകളാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മഹാത്മാഗാന്ധി ഉണ്ട്, ജവഹർലാൽ നെഹ്റു, അതേപോലെ സുഭാഷ് ചന്ദ്രബോസ്, പിന്നെ റാണി ലക്ഷ്മിബായി, അങ്ങനെ അവരുടെയൊക്കെ പ്രതിമകൾ നമുക്ക് കാണാൻ പറ്റും. സാനു ഇതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്ക് ഇതൊക്കെ അവൾ ഓടിച്ചാടി നടന്ന് കാണുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതൊക്കെ നടന്ന് കാണുന്ന സമയം തന്നെ അവിടെ ക്ലീനിങ് നടക്കുന്നുണ്ടായിരുന്നു. ആളവിടെ ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഇതേപോലെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര സൈലൻ്റാണ്. നല്ല അടിപൊളിയായി ഫ്രീ ആയിട്ട് നമുക്കിവിടെ ഓടിച്ചാടി ഇങ്ങനെ നടക്കാം. സാനുവിനെ കാണുന്നില്ലേ, ഓടി നടക്കുവാണ് ഇവിടെ. അതുപോലെ തിരക്കൊന്നുമില്ല. ഓരോ സ്ഥലങ്ങളിലും ഓരോ കാര്യങ്ങളും ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഒന്നാമത് ഇവിടുത്തെ പ്രത്യേകത. ഓരോ സ്ഥലങ്ങളിലും ഓരോ കാര്യങ്ങളായിരിക്കും. ഇവിടെയൊക്കെ ഒരുപാട് ദൈവങ്ങളുടെയൊക്കെ ഓരോ പ്രതിമകളും മന്ദിറും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ കാണുമ്പം അത്ര ഭംഗി തോന്നുന്നുണ്ടോ എന്നറിയില്ല. ഇതൊക്കെ നേരിട്ട് കാണുമ്പം വല്ലാതൊരു ഫീലാണ്. അതേപോലെ തന്നെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഒട്ടും വൃത്തികേടില്ല. അതുപോലെ തന്നെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നല്ല എന്താ പറയുക, നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര ഫ്രീ ആയിരിക്കും. ഹരിദ്വാറിലൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ആശ്രമത്തിലൊക്കെ എന്തായാലും വന്നിട്ട് കാണണം. നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും, എങ്ങനെയായാലും നമുക്ക് ഇഷ്ടപ്പെടും. ഇതൊക്കെ എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാന്റെ ഓരോ അവതാരങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ളൊരു സ്ഥലത്തെത്തി. എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നുന്നത് ഈ ഒരു
ശിവൻ്റെ പ്രതിമ തന്നെയാണ്. ഇത് നമുക്ക് വീഡിയോയിൽ അത്ര വലുപ്പം തോന്നുന്നുണ്ടോ എന്നറിയില്ല, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വലുപ്പമാണ്, നല്ല വലുപ്പമാണ്. ശിവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട്. എല്ലാവർക്കും പോകാൻ പറ്റുമോ എന്നറിയില്ല, അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടായത്. നമ്മൾ പോയതൊരു ഉച്ച സമയത്തായിരുന്നു, അതുകൊണ്ട് ക്ലോസ് ചെയ്തതാണോ അതോ പൂജ ചെയ്യുന്നവർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുമോ ഒന്നും അറിയില്ല. അവിടെ ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടായത്. അതേപോലെ തന്നെ മുന്നിൽ വലിയൊരു നന്ദിയുടെ പ്രതിമയുണ്ട്. നമുക്ക് നന്ദിയുടെ ചെവിയിൽ എന്ത് ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിവൻ്റെ അടുത്ത് എത്തും എന്നാണ് എല്ലാവരുടെയും ഒരു വിശ്വാസം. വെൽക്കം ടു മൈ പൂളിഞ്ചി ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല സ്ഥലം കാണിച്ചു തരാം. അത് നിങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നോക്കിക്കോളൂ. ശിവൻ്റെ ആ വലിയ പ്രതിമേൻ്റെ തൊട്ടടുത്ത് തന്നെ ചുമരിൽ ഇതേപോലെ ദൈവങ്ങളുടെ കുറേ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പേരൊന്നും എഴുതിയിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ആരൊക്കെയാണെന്നൊന്നും മനസ്സിലായില്ല. എന്നാലും ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ നോക്കി നിന്ന് പോകും. നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചത്. ഇതിൻ്റെ തൊട്ടടുത്ത് മഹർഷിമാരുടെ പ്രതിമകളായിരുന്നു. അവിടെ ഓരോ മഹർഷിമാരുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. കശ്യപ മഹർഷി, അതേപോലെ വിശിഷ്ട മഹർഷി, വിശ്വാമിത്രൻ, അങ്ങനെ കുറേ പ്രതിമകളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ ശ്രീകൃഷ്ണൻ ഓടക്കുഴലിൽ വായിക്കുന്ന ഒരു പ്രതിമ. ഈ ഗ്ലാസ്സിനകത്തൊക്കെ ഓരോ സ്റ്റോറി വെച്ചിട്ടുള്ള പ്രതിമകളാണ്. അതായത് ശ്രീകൃഷ്ണൻ പൂതനെ കൊല്ലുന്ന ആ ഒരു പ്രതിമ, അങ്ങനെ കുറേ സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട പ്രതിമകൾ. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നടക്കുകയാണ്. അവിടെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലമാണ് ഇത്. എല്ലാവർക്കും വരാൻ പറ്റുന്നത് വന്ന് കാണുന്ന സ്ഥലം തന്നെയാണ്. നല്ല പീസ്ഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി ഏരിയയാണ്. എൻട്രി ഫ്രീ ആണ്. അപ്പം എല്ലാവർക്കും വരാൻ പറ്റുന്നവരെന്തായാലും വന്ന് കാണണം. നമുക്ക് എന്താ പറയുക, ഫുള്ള് ഫ്രീ ആയിട്ട് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം എല്ലാവർക്കും വരാൻ പറ്റുന്നവരാണെങ്കിൽ എല്ലാവരും വന്നിട്ട് കാണണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ഹരിദ്വാറിലെ വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.